രാഹുല എന്താടാ കുറെ നാളെ കണ്ടിട്ട്? അച്ഛാ അത് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് അതിന്റെ തിരക്കിലായിരുന്നു. അതൊക്കെ ഞാൻ അറിഞ്ഞടാ. എന്തായാലും നീ ഇഷ്ടപ്പെട്ട ജോലിയൊക്കെ കിട്ടിയല്ല. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? എങ്ങനെയുണ്ട്? ജോലിയൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ സാലറി കിട്ടാനുള്ള കുറച്ച് പാട്. ഇപ്പോഴായ പിന്നെ 2 മാസം കൂടുമ്പോഴൊക്കെയാണ് അവർ സാലറി കിട്ടാറുണ്ട്. അത് കുറച്ച് പ്രശ്നമാണല്ലോടാ. അപ്പൊ നിന്റെ കാര്യങ്ങള്? അച്ഛാ ഞാൻ അച്ഛനെ കാണാൻ വന്നത് വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയിട്ടാണ്. അതിനെന്താണ്? നീ ചോദിച്ചോ എന്നാ വെച്ചാ. അച്ഛൻ്റെ ഉണ്ടെങ്കിൽ ഒരു 5000 രൂപ എനിക്ക് തരും. സാലറി കയറുമ്പോ ഞാൻ എന്തായാലും അച്ഛനെ കൊണ്ടുതരാം. ഇതായിരുന്ന കാര്യം. ഞാൻ വേറെ കാര്യമൊന്നും വിചാരിച്ച് ടെൻഷൻ അടിച്ചു. നീ ഒരു കാര്യം ചെയ്യും, ഏടത്തിൻ്റെ അടുത്ത് പോയി കാശ് മേടിച്ചോ. ഓക്കെ, ഞാൻ ഫോൺ വിളിച്ച് പറയാം. അച്ഛാ താങ്ക്സ് അച്ഛാ. അതിനൊന്നും ആവശ്യമില്ലടാ, നീ ചെന്ന് മേടിച്ചോ, കാര്യങ്ങൾ നടക്കട്ടെ. അതെ, ഈ കോലത്തിലേക്ക് പോയി ആര് നോക്കാനാണ്? എന്താണ് കള്ളച്ചിരിയൊക്കെ പോട്ടുണ്ടല്ലോ മൊത്ത്? സാലറി കയറിയിട്ടുണ്ട്. അപ്പൊ തരാനുള്ള പൈസക്ക് തിരിച്ചേറുമല്ലോ അപ്പൊ എന്റെ കയ്യിലേക്ക്. പൈസ കേറിയിട്ടല്ലേ ഉള്ളു, 2 ദിവസം നീ ഒന്ന് ക്ഷമിക്കുക. മേടിച്ചിന്റെ പോലെ ഉഷാറായിരുന്നല്ല, തിരിച്ചു ചോദിക്കുമ്പോ താടാ പൊന്നും വാങ്ങാണ്ട് പോലെ ധാരാളം സമാനപ്പെട പണ്ടാറ. നിന്റെ പൈസ തന്നാ പോരെ? എന്താടാ തന്നാ മതി. അതിൽ ചോദിച്ചാലേ എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞാ. ആരാണ്? നീ എന്നാ ഒളിച്ച് കളിക്കണം? ഒളിച്ച് കളിച്ചല്ല, ആ തോമസ് ചാനില്ലേ, അയാളുടെ ശരിയാവൂല. എന്തേ ആളിന്ന് കാശെല്ലാം മേടിച്ചാ? കാശാ? പിന്നെ ഞാനാ? നിനക്കൊരു തലക്ക് സുഖമില്ല. ഞാൻ ആളിൽ നിന്ന് കാശ് പിടിക്കണം. പിന്നെ നീ എവിടെ നീ അയാൾ നമ്മ വിചാരിക്കണ പോലൊന്നല്ല, അയാളൊരു ഫ്രോഡാണ്. പണ്ടെന്റെ അച്ഛനെ കൊണ്ടേ കുഴിച്ചടിച്ചാണ്. ഇനിയിപ്പോ അടുത്ത് എന്നെ ചടിക്കാനുള്ള പരിപാടിയാണ്. എന്നെ കിട്ടൂല ഇനി. നിനക്കതിന് മറ്റുള്ള കാര്യങ്ങളിലല്ലേ ശ്രദ്ധ. ഏതൊക്കെ കാര്യം ശ്രദ്ധ മാർക്കിനെല്ലാം ആക്കിയിരിക്കുള്ളൂ. നീ നിന്റെ കാര്യം സാറിനോട് ശരിയാക്കാൻ നോക്കും. സാറ് ഞാനൊന്നും പറയണില്ല. ആ പറടാ. എവിടെക്കാണ് തിരക്ക് പിടിച്ചു പോണത്? കുറച്ച് കാശ് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്, കുറച്ച് കാശും കൂടെ വേണം. 1-2 പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കൊരു വഴിയാണ്. എന്തായാലും നോക്കാം. രാഹുലിനെ വിളിച്ച് പറഞ്ഞില്ലേ നീ? പറഞ്ഞിട്ടുണ്ട്, അവനിപ്പോ എത്തും. എത്തിയാലേ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ, മാത്രമല്ല തല്ലിട്ട് വീണു. കാര്യത്തൊന്നുമില്ലടാ. എനിക്കൊന്ന് സമാധാനിക്ക്. ഇപ്പൊ അകത്താരും കേറ്റൊന്നുമില്ല. ആദ്യം മരുന്നാണ് മേടിക്കണ്ടേ, പിന്നെ നീ ഇതിനുള്ള വഴി നോക്കും. 15,000 രൂപയോളം മരുന്നിന് വരുന്നുണ്ടാ. ഞങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഇത് കുറച്ച് പൈസ അങ്ങ് ഒപ്പിച്ചിട്ടുണ്ട്. പൈസ ഞാൻ ഈ സമയത്ത് എവിടെ ഇങ്ങനെ ഒപ്പിക്കാനാണ്? മോനിക്ക് പരിചയമുള്ള ആരോടും ചോദിച്ചു. ഞാനിപ്പോ ആരോടാണ് അമ്മ ചോദിക്ക? കിട്ടില്ല. ഹലോ, ഈ മരുന്നൊക്കെ എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കാനാണ് അവരൊന്ന് പറയണത്. ഒരാളുണ്ടോ? ഇത് പിടിക്ക്. ആരാണ്ട എങ്ങോട്ട് വേണ്ട. വാ, അതൊക്കെ എനിക്ക് മനസ്സിലായി.
2 ആഴ്ചക്കുള്ളിലേ പണിയൊക്കെ എത്രമേ തീർക്കാൻ നോക്ക്. ഓക്കെ എന്നാ. അച്ചായ എന്തേ? അച്ചായ എന്നെ ഒന്ന് സഹായിക്കണം. കാശിന്റെ കാര്യത്തിലാണെങ്കിൽ നടക്കൂല രാഹുലെ. എന്റെ കയ്യിലെ കാശ് കൊടുത്തിട്ട് നിന്റെ അച്ഛനെ കുഴി ചാടിച്ച പോലെ നിന്നെ ചാടിക്കാനുള്ള ഉദ്ദേശം എനിക്കില്ല. നീ പോ. അച്ചായ ഈ സമയത്ത് അച്ചായനും കൂടെ എന്നെ കൈവിടയില്ല. അച്ചായ ഈ സമയത്ത് ഇത്രയും കാശ് റെഡി ആയില്ലെങ്കിൽ എനിക്ക് എന്റെ അമ്മയെ നഷ്ടപ്പെടും. എന്റെ അമ്മ വയ്യാണ്ട് ആശുപത്രി കിടക്കാണ്. ഞാൻ അച്ഛനെ കാലിനെ പിടിക്കും. ഞാനും നിന്റെ അച്ഛനും പണ്ടേ മുതൽക്ക് സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടാകും. അത് നിനക്ക് എത്രത്തോളം മനസ്സിലാവും എനിക്കറിയില്ല. അത് നീ അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ അച്ഛനെ കുഴി ചാടിച്ചെന്ന് നീ നാട്ടുകാരോടൊന്നും പറയൂലായിരുന്നു. ഞാൻ അച്ഛനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ക്ഷമിക്കണം അച്ഛാ. രാഹുലെ, നീ പൈസ വയ്ക്കുമ്പോൾ ഞാൻ നിനക്ക് തരണത് തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷേ നീ നാട്ടുകാരുടെ മുമ്പിൽ എന്നെ മോശക്കാരനാക്കി. പിന്നെ എന്നെ കാണുമ്പോൾ മുങ്ങി നടക്കുക, മാറി നിൽക്കുക. നമ്മ തമ്മിലുള്ളൊരു ആത്മബന്ധം ഇല്ലാത്ത മാതിരി എനിക്ക് തോന്നി ഈ ഒരു ചെറിയ കാര്യം കൊണ്ട്. നീ വിഷമിക്കണ്ട, ധൈര്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ല്. ചികിത്സക്കുള്ള പൈസ ഒക്കെ ഞാൻ റെഡി ആയിക്കോളാം. നീ എൻ്റെ സജീവൻ്റെ മോനില്ല. നിങ്ങളൊക്കെ എനിക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റും. നീ ചെല്ല്, ഞാനങ്ങ് വന്നേക്കാം.